അടുത്തതായി വരുന്നത് ഐറ്റം ആഡ് ചെയ്യുക എന്നതാണ്. ഐറ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആഡ് ന്യൂ ഐറ്റം കൊടുക്കുക. നമ്മുടെ ഷോപ്പിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും പേര് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാർകോഡ് നമ്പർ ഇവിടെ കൊടുക്കാം. ഐറ്റം കാറ്റഗറി നമുക്ക് ഇവിടെ ആഡ് ന്യൂ കാറ്റഗറി എന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഓരോ കാറ്റഗറി അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഓയിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊടുക്കുകയാണ്. അവിടെ ക്രിയേറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സോപ്പിൻ്റെ പേരാണ്. അപ്പോൾ സോപ്പ് എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോക്ക് കാണിക്കണം. അതുപോലെ MRP എത്രയാണോ, MRP ഞാനിപ്പോൾ ഒരു 35 കൊടുക്കുകയാണ്. അതുപോലെ സെയിൽസ് പ്രൈസ് ഞാനൊരു 30 കൊടുക്കുകയാണ്. അത് വിത്ത് ടാക്സിലും വിത്തൗട്ട് ടാക്സിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് പെർസെൻറ്റേജിലും എമൗണ്ടിലും നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനൊരു 5% ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. പെർസെൻറ്റേജിലാണ് ഞാനിപ്പോൾ അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പർച്ചേസ് പ്രൈസ് കൊടുക്കാം. അതുപോലെ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സും സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് കൊടുക്കുക. ഇനി നമുക്ക് ബൾക്കായിട്ടുള്ള ഐറ്റമാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ വ്യാപാര ആപ്പിൽ അവൈലബിൾ ആണ്. മോർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അതിനകത്ത് ഇമ്പോർട്ട് ഐറ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ ബിസിനസ് ഏതാണോ എന്നുള്ളത് ഫിൽറ്റർ ബൈ ഇൻഡസ്ട്രി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ജനറൽ സ്റ്റോർ, അല്ലെങ്കിൽ ഗ്രോസറി ആണെങ്കിലും ജനറൽ സ്റ്റോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷോപ്പിനുള്ള ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇഷ്ടമുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്യുക, ആഡ് ഐറ്റം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് പോയതിന് ശേഷം നമ്മൾ ഐറ്റം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് ഇവിടെ കാണാൻ കഴിയും. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഐറ്റം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്.